തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും വോട്ടിംഗ് യന്ത്രങ്ങളിലാക്കി തുടങ്ങി. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിയാണ് ഇവിഎം കമ്മീഷനിംഗ് നടക്കുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഡിസംബർ 10-ന് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് വോട്ടെടുപ്പിന് കൊണ്ടുപോകുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ഇതിനു മുന്നോടിയായുള്ള ഇവിഎം കമ്മീഷനിംഗ് ആണ് ഇപ്പോൾ നടന്നുവരുന്നത്. മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ചേർക്കുന്ന പ്രവർത്തനമാണിത്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയും മോക്ക് പോൾ നടത്തി ബോധ്യപ്പെടുത്തിയുമാണ് ഇവിഎം കമ്മീഷനിംഗ് നടത്തുന്നത്. വരണാധികാരികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രവർത്തനവും. കമ്മീഷനിംഗ് പൂർത്തിയായ ഇവിഎം മെഷീനുകൾ ഇനി ഡിസംബർ 10-ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്ന വേളയിൽ മാത്രമേ തുറക്കുകയുള്ളൂ. ഡിസംബർ 11-ന് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഇവിഎം യന്ത്രങ്ങൾ ഏറ്റുവാങ്ങിയ അതേ കേന്ദ്രത്തിൽ തന്നെ തിരിച്ചെത്തിക്കും. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഇതിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും ഇവിഎം കമ്മീഷനിംഗ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഇതിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും കാസർഗോഡ് നഗരസഭയുടെയും ഇവിഎം കമ്മീഷനിംഗ് വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വെച്ചുമാണ് കമ്മീഷനിംഗ് നടത്തിയത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഇതിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും ഇവിഎം കമ്മീഷനിംഗ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും, കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഇവിഎം കമ്മീഷനിംഗ് ഹോസ്തൃക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും നടത്തി. പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഇതിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും ഇവിഎം കമ്മീഷനിംഗ് നടത്തിയത്. ഡിസംബർ 6-ന് ശനിയാഴ്ച കാരടക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഇതിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും ഇവിഎം കമ്മീഷനിംഗ് ബോവിക്കാനം BAR ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഇതിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും ഇവിഎം കമ്മീഷനിംഗ് പടന്നക്കാട്ടെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചും നടത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.